മുഖസൗന്ദര്യത്തിന് കോട്ടം തട്ടുന്ന വേറൊരു പ്രധാന ഘടകമാണ് ചെറുപ്പകാലത്തിലെ കുട്ടികൾക്കുണ്ടാകുന്ന ഹാബിറ്റ്സ് അല്ലെങ്കിൽ ദുശ്ശീലങ്ങൾ എന്ന് പറയും. ഇതിൽ മൂന്ന് പ്രധാനമായ ഘടകങ്ങളാണ് ഉള്ളത്. ഒന്നാമതായി മൗത്ത് ബ്രീത്തിങ്. ഉറങ്ങുന്ന സമയത്തിൽ കുട്ടികൾ വാ തുറന്ന് ഉറങ്ങുക. ഇത് കാരണം മേൽവരിയിലെ പല്ലുകൾ മോണയോടുകൂടി തന്നെ പുറത്തോട്ട് ഉന്തി വരാൻ ചാൻസ് ഉണ്ട്. രണ്ടാമതായി ഉള്ളത് തം സക്കിങ്, വിരൽ കുടിക്കുക എന്ന് പറയുന്നത്. കീഴ്നാടിയിലെ മുൻഭാഗത്തെ നിരയുള്ള പല്ലുകൾ ഉള്ളിൽ പോവുകയും മേൽനാടിയിലെ പല്ലുകൾ പുറത്തോട്ട് വരികയും ഉൾനാക്ക് മൊത്തം ഉള്ളിലോട്ട് പോയി ആകെ വികൃതമാകാനും ചാൻസ് ഉണ്ട്. മൂന്നാമതായുള്ള മുഖ്യമായ പ്രശ്നം എന്ന് പറഞ്ഞാൽ ലിപ് ബൈറ്റിംഗ്. കീഴ്ചുണ്ട് മേൽപ്പല്ലിൻ്റെ ഉള്ളിൽ കടിച്ചു പിടിക്കുക. അത് കാരണം കീഴ്ചുണ്ട് ഉള്ളിലോട്ട് പോയി കീഴ്നാടിയിലെ മുൻനിരയിലെ പല്ലുകൾ ഉള്ളിൽ പോവുകയും മേൽനിരയിലെ പല്ലുകൾ പുറത്ത് വരികയും ചെയ്യുന്നു. ഈ മൂന്ന് ഹാബിറ്റ്സിനെയും നമ്മൾ ഒരു സിംഗിൾ അപ്ലയൻസ് കൊണ്ട്, ഒറ്റ അപ്ലയൻസ് കൊണ്ട് നമുക്ക് മാറ്റാൻ പറ്റുന്ന ഒന്നാണ്. അതിനെ ഹാബിറ്റ് ബ്രേക്കിംഗ് അപ്ലയൻസ് എന്ന് പറയും. രാത്രി കാലങ്ങളിൽ ഈ അപ്ലയൻസ് ഉപയോഗിക്കുകയാണെങ്കിൽ ഒരു പരിധിവരെ ഈ മൂന്ന് ഹാബിറ്റ്സും നമുക്ക് മാറ്റാൻ പറ്റും. ഈ അപ്ലയൻസ് നമ്മൾ നേരത്തെ ഉപയോഗിക്കുകയാണെങ്കിൽ പിന്നീട് ഉണ്ടാകുന്ന മുഖ്യമായ പ്രശ്നങ്ങളെ നമുക്ക് പൂർണ്ണമായും മാറ്റാൻ പറ്റും. മനുഷ്യൻ്റെ ജീവിതത്തിൽ പല്ലുകൾക്കുള്ള പങ്ക് വളരെ പ്രധാനമാണ്. നമ്മൾ എല്ലാവരും വിചാരിക്കുന്നത് പല്ല് ആയതുകൊണ്ട് നേരത്തെ പറിച്ചു കളഞ്ഞാലും അത് പൊഴിഞ്ഞു പോയാലും പിന്നീട് വേറെ ബുദ്ധിമുട്ടൊന്നും വരത്തില്ല എന്നാണ്. അതൊരു തെറ്റായ ധാരണയാണ്. പല്ലുകൾ എന്ന് പറയുന്ന പല്ലുകൾ വളരെ നമ്മുടെ ജീവിതശൈലിയിൽ വളരെ പ്രധാനം അർഹിക്കുന്ന ഒന്നാണ്. ആദ്യത്തെ 20 പല്ലുകളാണ് പല്ലുകൾ എന്ന് പറയുന്നത്. അത് കൃത്യമായും നിരതെറ്റി വരികയാണെങ്കിൽ പിന്നീട് വരുന്ന പല്ലുകൾക്ക്, ദാറ്റ് ഈസ് പെർമനന്റ് ഡെന്റീഷന്, അത് തീർച്ചയായും കോട്ടം തട്ടും. ഉദാഹരണത്തിന് 8 വയസ്സിൽ വിഴുന്നു പോകേണ്ട പല്ല് നമ്മൾ 6 വയസ്സിൽ പറിക്കുകയാണെങ്കിൽ, അഥവാ വിഴുന്നു പോകേണ്ട ഒരു ഇട വരികയാണെങ്കിൽ അപ്പുറത്ത് ഇപ്പുറത്ത് ഇരിക്കുന്ന പല്ലുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചരിയുകയും മേളത്തെ പല്ല് കീഴോട്ട് ഇറങ്ങി ഈ പിന്നീട് വരുന്ന സക്സസർ ടൂത്തിന്, പെർമനന്റ് ടൂത്ത് ഡെന്റീഷന് അത് ഉൾക്കൊള്ളാൻ കഴിയാത്ത വിധം നിരതെറ്റി വരാനും ചാൻസ് ഉണ്ട്. അതിനാൽ നാം ഈ പല്ലുകളെ നമ്മൾ പൂർണ്ണമായും സംരക്ഷിച്ചേ പറ്റുള്ളൂ. അതിന് നമ്മൾ പ്രധാനമായും ചെയ്യേണ്ടത് പല്ലുകളിൽ ഉണ്ടാകുന്ന സുഷിരങ്ങൾ എന്തെങ്കിലും നിറവ്യത്യാസം ഉണ്ടായാൽ അത് ഉടൻ തന്നെ പോയി ഡോക്ടറെ കണ്ട് അത് ചികിത്സിച്ച് ഭേദമാക്കേണ്ടതാണ്. ചികിത്സ എന്ന് പറഞ്ഞാൽ സുഷിരങ്ങളാണെങ്കിൽ അടയ്ക്കുക,
മുറിഞ്ഞ പല്ലുകളാണെങ്കിൽ അത് ക്രൗണിങ് അല്ലെങ്കിൽ ക്യാപ്പ് ചെയ്ത് അതിനെ സംരക്ഷിക്കാൻ നോക്കുക. അഥവാ പല്ല് പറിക്കേണ്ടി വരികയാണെങ്കിൽ ആ പോയ ഭാഗത്ത് വേറെ പല്ല് ഘടിപ്പിക്കുക, അല്ലെന്നുണ്ടെങ്കിൽ സ്പേസ് മെയിൻ്റനൻസ് എന്ന് പറയും. ഈ വരുന്ന പല്ലുകൾ, പുതിയതായി വരുന്ന പല്ലുകൾക്ക് കോട്ടം തട്ടാത്ത രീതിയിൽ ഈ സ്പേസ് മെയിൻ്റനൻസ് ഉപയോഗിക്കുകയാണെങ്കിൽ പല്ലിൻ്റെ നിര ഒരു രീതിയിലും നമുക്ക് തെറ്റാതെ നമുക്ക് ക്രമീകരിച്ച് കൊണ്ടുപോകാൻ സാധിക്കും. നാം നേരത്തെ പറഞ്ഞതുപോലെ പല്ലിൻ്റെ ഘടനയ്ക്കുണ്ടാകുന്ന വ്യതിയാനങ്ങൾ ഈ ഹാബിറ്റ് ബ്രേക്കിംഗ് അപ്ലയൻസ് കൊണ്ട് മാറ്റാൻ പറ്റിയില്ലെങ്കിൽ നമ്മൾ ഈ ഉന്തി നിൽക്കുന്ന പല്ലുകളെ ഓർത്തഡോണ്ടിക് ട്രീറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞ ഒരു ട്രീറ്റ്മെൻറ്റ് കൊണ്ട് നമുക്ക് ഉന്തി നിൽക്കുന്ന പല്ലുകളെ പൂർവ്വ രീതിയിൽ കൊണ്ടുവരാൻ നമുക്ക് സാധിക്കും. അതിന് ഈ ഓർത്തഡോണ്ടിക് ട്രീറ്റ്മെൻറ്റിന് പല രീതിയിൽ നമുക്കുണ്ട്. റിമൂവൽ ഓർത്തഡോണ്ടിക് ആൻഡ് ഫിക്സഡ് ഓർത്തഡോണ്ടിക് എന്ന് പറയും. റിമൂവൽ ഓർത്തഡോണ്ടിക്സ് എന്ന് പറഞ്ഞാൽ ഈ നമുക്ക് ആവശ്യമില്ലാത്ത സമയത്ത് ഈ അപ്ലയൻസ് മാറ്റുക, തിരിച്ച് നമുക്ക് എപ്പോൾ വേണമെങ്കിലും തിരിച്ച് ഘടിപ്പിക്കാം. അത് ഒരു രീതിയിലുള്ള ചികിത്സയാണ്. വേറെ ചികിത്സ എന്ന് പറയുന്നത് ഫിക്സഡ് ഓർത്തഡോണ്ടിക്. അതിൽ തന്നെ 2 വിഭാഗങ്ങളുണ്ട്. ബെക്സ് ടെക്നിക്സ് ആൻഡ് സ്ട്രെയിറ്റ് വയർ ടെക്നിക്സ് എന്ന് പറയും. അത് 2 രീതിയിലാണ് നമ്മൾ ചെയ്യുന്നത്. അതിൻ്റെ ഫലം രണ്ടിനും 2 വ്യത്യാസങ്ങളുണ്ട്. സ്ട്രെയിറ്റ് വയർ ടെക്നിക്കാണ് ഇപ്പോൾ ന്യൂ ടെക്നോളജി അനുസരിച്ച് കൂടുതൽ ആൾക്കാർ ഉപയോഗിക്കുന്ന ഒരു സംഭവം. ഈ ഫിക്സഡ് ഓർത്തഡോണ്ടിക്സിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ 3 ടൈപ്പ് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. അതിൽ പുതിയ ന്യൂ ടെക്നോളജി എന്ന് പറയുന്ന സിറാമിക് ബ്രാക്കറ്റ്സ് ഉപയോഗിച്ച് നമുക്ക് പെർമനൻ്റ് ആയിട്ട് ഫിക്സ് ചെയ്യാം. അതിൻ്റെ ഗുണം എന്ന് പറഞ്ഞാൽ കോസ്മെറ്റിക് ഈ പുറത്ത് കാണുമ്പോഴത്തേക്കും കമ്പി ഇട്ടതായിട്ട് അറിയുന്നില്ലെങ്കിലും പല്ലിൻ്റെ മൂവ്മെൻറ്റ്സും മറ്റതുപോലെ നമുക്ക് ക്രമീകരിക്കാൻ പറ്റും. ഇത് നമ്മൾ സാധാരണഗതിയിൽ
ചെറുപ്പക്കാർക്കാണ് ഉപയോഗിക്കുന്നത്, മുതിർന്നവർക്ക് ഉപയോഗിക്കാം. ഇത്തിരി കോസ്റ്റ്ലി അഫെയർ ആണത്. വേറെ ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് ലിംഗ്വൽ ഓർത്തഡോണ്ടിക്സ്. നമ്മൾ പല്ലിൻ്റെ പുറത്ത് കമ്പി ഇടുന്നതിന് പകരം പല്ലിൻ്റെ ഉൾഭാഗത്ത്, നാക്കിൻ്റെ സൈഡുള്ള ഉൾഭാഗത്ത് കമ്പി ഫിക്സ് ചെയ്യുക. ഇത് ലിംഗ്വൽ ഓർത്തഡോണ്ടിക്സ് എന്ന് പറയും. ഈ ട്രീറ്റ്മെൻറ്റ് എല്ലാ പേഷ്യൻസിനും അത് സ്യൂട്ടബിൾ ആയിരിക്കത്തില്ല. നമ്മൾ സെലക്ട് ചെയ്ത് വളരെ വേണ്ടപ്പെട്ട എല്ലാ പേഷ്യൻസിനും അല്ലാതെ ഈ ട്രീറ്റ്മെൻറ്റ് കൊണ്ട് മാത്രം പ്രയോജനപ്പെടുന്ന പേഷ്യൻസിന് മാത്രം നമ്മളത് ചികിത്സിച്ച് ഭേദമാക്കാവുന്ന ഒന്നാണ്. പോയ പല്ലുകൾ ഘടിപ്പിക്കുക എന്നുള്ള പല ട്രീറ്റ്മെൻറ്റ്സ് നമുക്കിപ്പോൾ അവൈലബിൾ ആണ്. അതിൽ പഴയ ഒരു ട്രീറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ റിമൂവബിൾ അപ്ലയൻസ്, ഇളക്കി മാറ്റി വയ്ക്കാൻ പറ്റുന്ന പല്ലുകൾ. അതൊന്ന്. പിന്നെയുള്ള ഫിക്സഡ് അപ്ലയൻസസ് എന്ന് പറഞ്ഞാൽ ഫിക്സൽ പാർഷ്യൽ ഡേഞ്ചേഴ്സ് എന്ന് പറയും. ക്രൗൺ ആൻഡ് ബ്രിഡ്ജ് വർക്ക് അറിയാം. പോയ പല്ലിൻ്റെ ഇരുഭാഗത്തുള്ള പല്ലുകളെ ഒരു ചെറിയ രീതിയിൽ ഒരു ഗ്രൈൻഡിങ് ചെയ്തതിന് ശേഷം അതിൻ്റെ മേളിൽ ക്രൗൺ ഘടിപ്പിക്കുക. അതിനാണ് ക്രൗൺ ആൻഡ് ബ്രിഡ്ജ് എന്ന് പറയും. ആ ക്രൗൺ ആൻഡ് ബ്രിഡ്ജിൽ തന്നെ 2-3 ടൈപ്പ് ഉണ്ട്. മെറ്റൽ ഫ്യൂസ് സെറാമിക് ഉണ്ട്, ഓർഡിനറി മെറ്റൽ ഉണ്ട്. അത് വൈറ്റാലിയം മെറ്റൽ കൊണ്ട് ഉപയോഗിക്കുന്നതും അക്രിലിക് മെറ്റീരിയൽ ഉപയോഗിച്ച് ഉണ്ടാക്കുന്ന ക്രൗണുകളുണ്ട്. മുഖസൗന്ദര്യത്തിൻ്റെ കാര്യം പറയുമ്പോൾ പല്ലിൻ്റെ അപാകത ഒരു പ്രധാന ഘടകം തന്നെയാണ്. പ്രത്യേകിച്ച് മുൻനിരയിലെ പല്ലുകൾ പോയാൽ നമുക്ക് മുഖത്തുണ്ടാകുന്ന ഒരു വ്യതിയാനം അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരു സംഭവം തന്നെയാണ്. അതുപോലെ തന്നെ അണയിലെ പല്ലുകൾ. നാം എല്ലാവരും വിചാരിക്കുന്നത് ഒരു പല്ല് പോയാൽ എന്ത് സംഭവിക്കും, ഒരു അണയിലെ പല്ല് നമുക്ക് 32 പല്ലുകളുണ്ടല്ലോ, ഒരു പല്ല് പോയാൽ നമുക്കൊന്നും സംഭവിക്കത്തില്ല എന്നാണ്. തീർച്ചയായും അതൊരു സാരമായ ഒരു പ്രക്രിയ തന്നെയാണ്.
നമ്മുടെ വിരലിലെ 10 വിരലുകൾ ഒരു വിരലുകൾ പോയാലും നമുക്കുണ്ടാകുന്ന ഒരു ബുദ്ധിമുട്ട് അതുപോലെ തന്നെയാണ് ഒരു പല്ല് പോയാലും നമുക്കുണ്ടാകുന്നത്. പലരും അതിനെ കാര്യമായി ചികിത്സിക്കാറില്ല. തീർച്ചയായും പോയ പല്ലുകൾ 2 മാസത്തിനകം റീപ്ലേസ് ചെയ്തിരിക്കണം, അത് ഘടിപ്പിച്ചിരിക്കണം.